ഇപ്പൊ കാളി എന്ന് പറയുന്ന പേര് അത് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളിപ്പോ ഒരു വിമന് ഭയങ്കര ഒരു ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു ഭയങ്കര സ്ട്രോങ് വിമൻ ഒരു റെപ്രസെന്റേഷൻ. എന്തുകൊണ്ടാണ് ആ പേര് ചൂസ് ചെയ്തത്? എന്റെ പേര് കേട്ടാ ഞാൻ എന്താണെന്ന് മനസ്സിലാവണം. അതായത് ഞാൻ പറഞ്ഞില്ലേ മര്യാദ. ഇപ്പൊ കാളി എന്നുള്ള പേര് പലർക്കും ഇഷ്ടമല്ല. ഒന്ന് ജാതി. കാളി എന്നുള്ള പേര് അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പച്ചക്കറാറുണ്ട്. അതുകൊണ്ട് അത് പിന്നെ ചില ആൾക്കാർക്ക് കളിയാക്കണ പോലെ തോന്നും. കാരണം ഭദ്രകാളി എന്നൊക്കെ വിളിക്കണ കളിയാക്കല അല്ല. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദൈവം ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ശിവനേക്കാൾ ശ്രേഷ്ഠം തന്നെ ഞാൻ പറയുള്ളൂ. ശിവൻ മോക്ഷം കൊടുക്കുന്നു, ഭദ്രകാളി ഭദ്രമാക്കിയിട്ട് മോക്ഷം കൊടുക്കുന്നു. അതായത് നിനക്കൊന്നുമില്ല, നിനക്കൊരു കഴിവില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ഭദ്രകാളി എന്ന് പറഞ്ഞ അമ്മയോട് ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നിന്റെ നാവിൽ മുമ്പത്തെ അക്ഷരങ്ങളും ഉണ്ടാവും, നിന്റെ തലച്ചോറിൽ അറിവും ഉണ്ടാവും. നീ എവിടെ എത്തുന്നോ നിന്റെ കഴിവിന് ഉണർത്താനുള്ള കഴിവ് ഭദ്രകാളി എന്നുള്ള ദേവിക്കുണ്ട്. അതായത് ഒരു പെണ്ണ് ഏറ്റവും സാധുവായിട്ട് നിന്നിട്ട് അവള് എല്ലാം സഹിച്ച് ഏറ്റവും ലാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞ ഉഗ്രരൂപം എടുക്കുന്നതാണ് കാളി എന്നുള്ള പേര്. അപ്പോ ക്ഷമയോടുകൂടി എവിടെ വേണമെങ്കിലും ഇരിക്കും ഒരു പെണ്ണ്. സ്നേഹിച്ച ഉള്ളം കയ്യിലോ അല്ലെങ്കിൽ തറയിലിരിക്കവർ തറയിലോ ബാത്റൂമിൽ എവിടെ വേണമെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ച് പറഞ്ഞായിരിക്കും. പക്ഷെ ആ സ്നേഹത്തിൽ അടിമത്തം കൂടി കൊണ്ടുവന്ന് അത് പിന്നെ അവിടെ ഒരു കെട്ടിരുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിച്ചെറിയുന്ന ഒരു രൂപമാണ് കാളി. ഞാൻ കാളിയാണ് എന്നുള്ള രൂപം. പെണ്ണിന്റെ ഏറ്റവും ശക്തമായ രൂപം കാളി. എനിക്ക് അതിനോട് ഇഷ്ടമാണ്. അപ്പോ എനിക്ക് തോന്നി കാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും ഭയമില്ല, ആർഭാടമോ ഒന്നുമില്ല. അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും.